നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചെങ്കൊടി പാറും. പിണറായി വിജയന്റെ സംശുദ്ധ ഭരണത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യും. അവിടെ വീണ്ടും ഇടതുമുന്നണി തന്നെ കാലുറപ്പിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ബദലായി താഴെ കമന്റ് ചെയ്യാം. നിലമ്പൂരിൽ ആരാണ് നേരത്തെ MLA ആയിരുന്നത്? PV അൻവർ. PV അൻവർ എന്തുകൊണ്ടാണ് സ്ഥാനത്യാഗം ചെയ്തത്? നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 9 ഇന ആരോപണങ്ങൾ ഉന്നയിച്ചാണ് PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കലാപക്കൊടി ഉയർത്തിയത്. അതിലൊരു പ്രധാന ആരോപണം ADGP MR അജിത് കുമാർ അഴിമതി ആരോപണങ്ങളായിരുന്നു. MR അജിത് കുമാറിൻ്റെ RSS ബന്ധമായിരുന്നു. MR അജിത് കുമാറിൻ്റെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ആരോപണങ്ങളായിരുന്നു. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഈ ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തി അദ്ദേഹത്തെ മാറ്റി നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ത്രിതല അന്വേഷണം ഏർപ്പെടുത്തി. ആ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ MR അജിത് കുമാറിനെതിരെയുള്ള PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ പറയുന്ന യാതൊന്നും തെളിയിക്കപ്പെട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? MR അജിത് കുമാർ വരുന്ന DGP പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു. അപ്പോൾ PV അൻവർ ആരായി? ശരിക്കു പറഞ്ഞാൽ ആസായി. ആസ് എന്ന് പറഞ്ഞാൽ കഴുതയായി. ഇത് ആരാണ് തിരിച്ചറിയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ. അപ്പോൾ ആരെയാണ് PV അൻവർ കബളിപ്പിച്ചത്? നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ വിശ്വാസത്തിലെടുത്ത് വിജയിപ്പിച്ച ജനങ്ങളെയാണ് കബളിപ്പിച്ചത്. കുറെ ഇല്ലാ കഥകൾ പറഞ്ഞ്, കുറെ നുണ ആരോപണങ്ങൾ ഉന്നയിച്ച്, ആർക്കൊക്കെയോ വേണ്ടി സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇല്ലാ കഥകൾ പൊട്ടിച്ച് പ്രശസ്തി മാത്രം, തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ വേണ്ടി മാത്രം PV അൻവർ ഇടപെട്ടു എന്നാണ് ഇക്കാര്യങ്ങളിൽ നിന്ന് തെളിയുന്നതെന്ന് അവിടുത്തെ സാധാരണ വോട്ടർമാർക്കും, മുസ്ലിം സമുദായമാണല്ലോ PV അൻവറുടെ ബലം എന്ന് പറയുന്നത്, ആ സമുദായത്തിനും മനസ്സിലായി കാണില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ഉറപ്പായും മനസ്സിലായി കാണും. അപ്പോൾ PV അൻവർ പറഞ്ഞു വരുന്ന ഈ 9 ഇന ആരോപണങ്ങളിൽ MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ അവിടെ പൊട്ടിത്തരിപ്പണമായി. ഇനി P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ. P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണല്ലോ. ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ PV അൻവറിന് കഴിഞ്ഞോ? പകരം PV അൻവർ ഏറ്റുവാങ്ങിയത് എന്താണ്? കോടതിയിൽ നിന്ന് നിരന്തരമുള്ള നോട്ടീസാണ്. ഇനി വീണ്ടുമുള്ള ആരോപണങ്ങൾ, മലപ്പുറത്തുള്ള ഒരു SP-ക്കെതിരെയുള്ള ഫോൺ സംഭാഷണം. ആ SP തിരിച്ച് സർവീസിൽ കയറി. അവിടെയുള്ള മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ, അവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളും സ്വർണം പൊട്ടിക്കലും കൂടുതൽ കേസ് വരുന്നത് എന്തുകൊണ്ടാണ്? മലപ്പുറത്തെ പോലീസ് വിജിലൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നു. മുഖ്യമന്ത്രി തന്നെ പല ആവർത്തി വാർത്താ സമ്മേളനത്തിലൂടെ അത് പറയുകയും ചെയ്തു. അപ്പോഴും PV അൻവർ അല്ലാതെ ഒരു സമുദായത്തെ കരിവാരി തേക്കുവാൻ വേണ്ടി ആയിരുന്നില്ല അതൊന്നും ചെയ്തതെന്ന് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് PV അൻവർ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും താഴേക്ക് പതിച്ച വാണങ്ങളായി, മുകളിലേക്ക് അത്യാർത്ഥിയോടെ കത്തിച്ചു വിട്ടു, പക്ഷേ കൂപ്പുകുത്തിപ്പോയ വാണങ്ങളായി മാറി. അതുകൊണ്ട് PV അൻവറിൻ്റെ നുണ ആരോപണങ്ങളാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് എന്ന് UDF കരുതിയാൽ, അല്ല ഇനി തൃണമൂൽ UDF സഖ്യം കരുതിയാൽ, ഇനി പോട്ടെ BJP സഖ്യം, BJPയും UDFും കൂടി ചേർന്ന് കരുതിയാൽ പോലും അവിടെ വിജയിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? CPM-ന്റെ സംശുദ്ധ രാഷ്ട്രീയത്തിനാണ് അവിടെ ജനം വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിലമ്പൂരിൽ ചെങ്കൊടി പാറും ഈ ബൈ ഇലക്ഷനിൽ എന്ന്. ഇനിയുമുണ്ട് കാര്യങ്ങൾ. അവിടെ നിഷ്പക്ഷരായ മുസ്ലിം സമുദായം ആർക്ക് വോട്ട് ചെയ്യും? SDPI എന്ന തീവ്രവാദ സംഘടന, SDPIക്കെതിരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അന്വേഷണം ഉത്തരവിട്ടിട്ടില്ലേ? PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വലങ്കയായി പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഏജൻസി, ചട്ടുകമായി പ്രവർത്തിച്ചവരാണ് SDPI എന്ന് തെളിഞ്ഞില്ലേ? മുസ്ലിം സമുദായത്തെ മുഴുവൻ കൊണ്ട് ഏതൊക്കെയോ മോശപ്പെട്ട ആലയിൽ തളയ്ക്കാൻ ശ്രമിച്ചത് SDPI ആണെന്ന് തെളിഞ്ഞു വന്നില്ലേ? SDPIയുടെ സമുന്നത നേതാവിനെ അല്ലേ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? അപ്പോൾ അതൊക്കെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ? നിഷ്പക്ഷരായ സാധാരണ മുസ്ലിം സമുദായത്തിന് ഇഷ്ടപ്പെടുന്നതാണോ? അവരെ കൂടി കൊണ്ട് കൊലക്കി കൊടുക്കുന്നതല്ലേ?
അവരെ കൂടി മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന സമുദായ സഹോദരങ്ങളെ കൂടി ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലല്ലേ അവരൊക്കെ പ്രവർത്തിച്ചത്? അപ്പോൾ അവർ കൊണ്ട് അവർക്ക് വോട്ട് കുത്തുമോ? ജമാഅത്തെ ഇസ്ലാമിക്ക് കൊണ്ട് വോട്ട് കുത്തുമോ? ജമാഅത്തെ ഇസ്ലാമി SDP ഞങ്ങളുടെ കൂടെയാണെന്ന് ആർപ്പ് വിളിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കപട മുഖത്തിന് കൊണ്ട് വോട്ട് കുത്തുമോ? ഇതൊക്കെ പലപ്പോഴായി തുറന്നു കാട്ടുന്നതല്ലേ മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത്? ഈ കപട എന്താണ് ഈ സ്നേഹം, കപട മതേതരവാദം, മുസ്ലിം ലീഗിന്റെ കപട മതേതരവാദം നാടിന് ആപത്താണെന്ന് മുഖ്യമന്ത്രി പലകുറി പറയുന്നത് ജനം അംഗീകരിച്ചു കഴിഞ്ഞില്ലേ? ഇതെല്ലാം കേന്ദ്ര ഏജൻസികളും അതുപോലെ തന്നെ സംസ്ഥാന ഇന്റലിജൻസും ഒക്കെ പലപ്പോഴായി പറയുന്നതല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കപട മതേതര ലീഗിന് ആളുകൾ വോട്ട് ചെയ്യില്ല. അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാലക്കാട് ഇഫക്റ്റ് ഒന്നും അവിടെ വിലപ്പോവില്ല. പാലക്കാട്ടിൽ ജനം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വരുന്നതിന് മുമ്പേ ആയിരുന്നു പാലക്കാട് ഇലക്ഷൻ നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ആളുകൾ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തു പോയത്. ഇപ്പോൾ പാലക്കാട് ഇഫക്റ്റ് ഒന്നും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നില്ല. നിലമ്പൂരിൽ കൃത്യമായി മുസ്ലിം സമുദായത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു. നിലമ്പൂരിൽ മുസ്ലിം ലീഗ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായ അംഗങ്ങളുടെ വോട്ടും അത്ര എളുപ്പം UDF ക്യാമ്പിലേക്ക് പോകില്ല. അത് കൃത്യമായി LDFന് തന്നെ ലഭിക്കും, CPMന് തന്നെ ലഭിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്, നിലമ്പൂരിൽ ചെങ്കൊടി പാറും. ഇനി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് എങ്ങോട്ട് പോകും? ഈ നിരന്തരം വർഗീയ വിഷം വിതയ്ക്കുന്ന K. സുരേന്ദ്രൻ്റെ പാർട്ടിക്ക് പോകുമോ? രാജീവ് ചന്ദ്രശേഖറിൻ്റെ പാർട്ടിക്ക് പോകുമോ? മോദിജിയുടെ പാർട്ടിക്ക് പോകുമോ? ഇല്ല. അവർക്കറിയാം അവരുടെ കൂടെ നിൽക്കുന്നത് CPM ആണെന്ന്. അവർക്കൊപ്പം മതേതരവാദം പറയുന്നത് CPM ആണെന്ന് അവർക്കറിയാം. CPMന് വോട്ട് ചെയ്താൽ മാത്രമേ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ തന്നെ മതേതര ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് മലപ്പുറത്ത് ജീവിക്കുന്ന ഓരോ ഹിന്ദുവിനും അറിയാം. അതുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിലെ നിഷ്പക്ഷരായി ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം. അല്ലാതെ അവിടെയുള്ള ചില തൽപര കക്ഷികൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യും, അതുകൊണ്ട് CPM അവിടെ തോറ്റുപോകും എന്ന പേടിയൊന്നും CPMനില്ല. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടും CPMന് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ഉറപ്പിച്ചു പറഞ്ഞത്, നിലമ്പൂരിൽ ഇക്കുറിയും ചെങ്കൊടി പാറും. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് CPMനോ ഇടതുമുന്നണിക്കോ ഒരു ഭീഷണിയല്ല. ഇവിടെയും സിറ്റിംഗ് സീറ്റ് നിലനിർത്തി ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി അന്തസ്സോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PV അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയൊന്നും ഒരു പ്രശ്നവുമില്ല. എക്സാലോജിക്ക് കേസ് എന്തായി? വലിയ ആഡംബരമായിരുന്നല്ലോ. അതുപോലെ ഒരുപാട് കേസുകൾ കൊണ്ടുവന്നല്ലോ. പഴയ ചെമ്പുകുട ഉണ്ടല്ലോ, ഒരു സ്വപ്ന എന്ന പെൺകുട്ടിയുടെ കേസുണ്ടല്ലോ. ഇവിടെയൊക്കെ എന്തായി? എന്താണ് പ്രതിപക്ഷം ആരോപിച്ചു കൊണ്ടുവന്നത്? VD സതീശനും രമേശ് ചെന്നിത്തലയും K. സുധാകരനും ഉൾപ്പെടെ ഇങ്ങോട്ട് എത്ര ആളുകൾ, എന്തൊക്കെ ആരോപണങ്ങൾ. K. സുരേന്ദ്രനായിരുന്നു BJPയുടെ അന്നത്തെ പ്രസിഡന്റ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറായി. അദ്ദേഹം ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. ആരോപണങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് വേറെ മലയാളം അറിയാവുന്ന നാവും കൂടി വേണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആദ്യത്തെ സമ്മേളനം കഴിഞ്ഞപ്പോൾ, അതായത് കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റി കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് മാധ്യമപ്രവർത്തകരെ കാണില്ല, ഞാൻ സംഘം ചേർന്നേ മാധ്യമപ്രവർത്തകരെ കാണുകയുള്ളൂ. എന്തുകൊണ്ടാണ് അതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം അയാൾക്ക് മലയാളം അറിയില്ല. മലയാളം പറയണമെങ്കിൽ വേറെ നാവിൻ്റെ സഹായം വേണം. ഒന്നുകിൽ ശോഭാ സുരേന്ദ്രൻ വേണം, അല്ലെങ്കിൽ സുധീർ വേണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വേണം മലയാളം പറയാൻ. എങ്കിൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖറിന് മലയാളം പറയാൻ കഴിയുകയുള്ളൂ. K. സുരേന്ദ്രനായിരുന്നപ്പോൾ ആ കുഴപ്പമില്ല. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചു വരാൻ തന്നെ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്, നിലമ്പൂരിൽ ഇക്കുറി ചെങ്കൊടി തന്നെ പാറും. അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്.